തഗ് ലൈഫ് ഓഡിയോ ലോഞ്ച് ഇവന്റിൽ ആയിരങ്ങൾക്ക് മുന്നിൽ പാടി തമിഴകത്ത് മുഴുവൻ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഗായിക ചിന്മയി ശ്രീപദ. സിനിമയിൽ ദീ പാടിയിരിക്കുന്ന മുത്തമഴ ട്രാക്ക് ദിയുടെ അഭാവത്തിൽ വേദിയിൽ പാടിയതാണവർ. മുത്തമഴയുടെ ഒറിജിനൽ ട്രാക്കിനേക്കാൾ കാഴ്ചക്കാരെ നേടി ചിന്മയിയുടെ ഈ വീഡിയോ ആണ് യൂട്യൂബിലും സോഷ്യൽ മീഡിയ ഇടങ്ങളിലും ട്രെൻഡിംഗ്. തമിഴ് സിനിമയുടെ നഷ്ടമാണ് ചിന്മയി എന്നാണ് വീഡിയോകൾക്ക് താഴെ പ്രേക്ഷകരുടെ കമന്റുകൾ. ദിയേക്കാൾ ചിന്മയി വേർഷനാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവനും. തഗ് ലൈഫിന്റെ തെലുങ്ക് ഹിന്ദി പതിപ്പുകളിൽ AR റഹ്മാൻ മുത്തമഴ പാടിച്ചിരിക്കുന്നത് ചിന്മയിയെ കൊണ്ടാണ്. ചിന്മയിയെ സിനിമയിലേക്ക് കൈപിടിച്ച് കയറ്റിയ റഹ്മാൻ അറിയാത്തതല്ലോ അവരുടെ വെർസറ്റൈലായ ശബ്ദമാധുരിയെക്കുറിച്ച്. ഇത്രനാളും നിങ്ങളെ തമിഴ് സിനിമ എന്തിനകറ്റി നിർത്തിയെന്ന് ചോദിച്ച ജെൻസി തലമുറയ്ക്ക് ഉടനെത്തി ചിന്മയിയുടെ മറുപടി. വൈരമുത്തു, രാധാരവി, കാർത്തിക് എന്നിവർ പീഡകരാണെന്ന് പറഞ്ഞതിന് 2018 തനിക്കും സഹപ്രവർത്തകർക്കും നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് ഇൻഡസ്ട്രിയിലെ ഉന്നതർക്ക് നേരെ മീറ്റു ഉന്നയിച്ചതിനാണ് സൗത്ത് ഇന്ത്യൻ സിനി ടെലിവിഷൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയനിൽ നിന്ന് ചിന്മയി ശ്രീപദ പുറത്താക്കപ്പെടുന്നത്. അന്നത്തെ പ്രസിഡന്റും നടനും രാഷ്ട്രീയക്കാരനുമായ രാധാരവിക്കെതിരെ ലൈംഗിക പീഡനാരോപണം ഉന്നയിച്ച സഹപ്രവർത്തകരെ പരസ്യമായി പിന്തുണച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ പുറത്താക്കൽ. ഇതേ സമയത്ത് തന്നെയാണ് തമിഴിലെ മുൻനിര ഗാനരചയിതാവും കവിയുമായ വൈരമുത്തുവിനെതിരെ ചിന്മയി മീറ്റു ആരോപിക്കുന്നതും. ഇൻഡസ്ട്രിയിലെ ചൂഷണങ്ങൾക്കെതിരെ ഉയർന്ന ശബ്ദത്തിൽ പ്രധാനപ്പെട്ടതായിരുന്നു ചിന്മയിയുടേത്. ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾ വിളിച്ചു ചേർത്ത പ്രസ് മീറ്റിൽ മാധ്യമങ്ങൾ പോലും ചോദ്യം ചെയ്തപ്പോൾ കൈകൂപ്പി താൻ പറയുന്നത് കേൾക്കാൻ അപേക്ഷിക്കുന്ന ചിന്മയിയുടെ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാം. ഇൻഡസ്ട്രിയിൽ നിന്ന് നേരിട്ട അവഗണനകൾക്കും വിലക്കിനും ശേഷം അവർ ആദ്യമായി വേദിയിൽ ഒരു മുഴുനീള ഗാനം ആലപിക്കുകയാണ് എന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ സംബന്ധിച്ച് തഗ് ലൈഫ് വേദി വലിയ അത്ഭുതമായി. സിംഗിൾ പാരന്റായ അമ്മ വളർത്തിയ മകൾ. കർണാട്ടിക് സംഗീതം പറഞ്ഞുകൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും അമ്മ തന്നെ. 2002 കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന മണിരത്നം ചിത്രത്തിൽ ഒരു ദൈവം തന്ന പൂവേ എന്ന ജയചന്ദ്രനൊപ്പം പാടുമ്പോൾ 18 വയസ്സാണ് ചിന്മയിക്ക് പ്രായം. പിന്നീട് ഇൻഡസ്ട്രിയിലെ തന്നെ എണ്ണം പറഞ്ഞ ഗായകരിൽ ഒരാളായി വളരാൻ അധികകാലം വേണ്ടി വന്നില്ല. ഒപ്പം സമാന്ത, തമന്ന, തൃഷ, അമി ജാക്സൺ, പ്രിയങ്ക ചോപ്ര ഉൾപ്പെടെ ലീഡിംഗ് ഹീറോയിനുകൾക്ക് ശബ്ദമായിരുന്നതും ശ്രീപദയാണ്. 2002 മുതൽ 2018 വരെയുള്ള കാലയളവിൽ തമിഴിൽ മാത്രം പാടിയത് 280-ലധികം സിനിമകളെ. വിലക്കിന് ശേഷം തിയേറ്ററുകളിലെത്തിയ 96-ലാണ് ചിന്മയി തമിഴിൽ അവസാനമായി പാടിയത്. കഴിഞ്ഞ 7 വർഷങ്ങൾക്കിടയിൽ ഈ എണ്ണം വെറും 41. അതിൽ ചുരുക്കം ചിത്രങ്ങൾ മാത്രം മുൻനിര സംഗീത സംവിധായകരായ AR റഹ്മാൻ, GV പ്രകാശ്, ഗോവിന്ദ് വസന്ത എന്നിവർക്കൊപ്പം. ബാൻ നിലനിൽക്കെ ലോകേഷ് കനകരാജ് തൃഷയ്ക്ക് ശബ്ദമാകാൻ ലിയോയിലേക്ക് ക്ഷണിച്ചു. പിന്നാലെ തന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത സൗണ്ട് എഞ്ചിനീയറെ ബാൻ ചെയ്യാൻ അതാരാണെന്ന് രാധാരവിയുടെ യൂണിയൻ അന്വേഷണം നടത്തിയെന്നും ചിന്മയി വ്യക്തമാക്കുന്നുണ്ട്. ചിന്മയി അപ്രത്യക്ഷയായതിനെ സംബന്ധിച്ച് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രേക്ഷകരുടെ ക്യൂരിയോസിറ്റിയിൽ സംശയം പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. ചിന്മയിയുടെ ബാനിനെ കുറിച്ച് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ കഴിഞ്ഞ 7 വർഷമായി കോമയിലായിരുന്നോ എന്നാണ് എഴുത്തുകാരി കവിപ്രിയ മൂർത്തി സമൂഹ മാധ്യമങ്ങളിൽ ചോദിച്ചത്. തഗ് ലൈഫ് ഇവന്റിലെ വീഡിയോ ബ്രിങ് ബാക്ക് ചിന്മയി എന്ന ഹാഷ്ടാഗോടെയാണ് സമാന്ത റൂട്ട് പ്രഭു പങ്കുവച്ചത്. ഗായകൻ വിഷ്ണു റാം, മണിരത്നം, AR റഹ്മാൻ, കമൽഹാസൻ ഉൾപ്പെടെയുള്ള ബിഗ് നെയിംസ് ഉൾപ്പെട്ട സിനിമയായിട്ടുകൂടി ചിന്മയിക്കെതിരായ ഇല്ലീഗൽ ബാൻ മാറാൻ വേണ്ടത് ചെയ്യുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി. ഞാൻ നേരിട്ട ഒരു ദുരനുഭവമാണ് അന്ന് പറഞ്ഞത്. എല്ലാവരും എന്നെ പിന്തുണയ്ക്കുമെന്ന് വിചാരിച്ചപ്പോൾ കുറ്റപ്പെടുത്തലാണ് എനിക്ക് കിട്ടിയത്. 6 വർഷം മുൻപ് എന്റെ ഇൻബോക്സിൽ ചീത്ത വിളിക്കുകയായിരുന്നു എല്ലാവരും. കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് എന്നെ അവർ തളർത്തി. വലിയ ആഘാതമാണ് അതെല്ലാം എനിക്ക് തന്നത്. ഇന്ന് കേൾക്കുന്ന നല്ല വാക്കുകളോട് നന്ദിയുണ്ടെങ്കിലും വലുതായൊന്നും തോന്നുന്നില്ല. എന്റെ മനസ്സ് മരവിച്ചിരിക്കുകയാണ്. 7 വർഷങ്ങളുടെ അപ്രഖ്യാപിത വിലക്കിന് ശേഷം വേദിയിലെത്തിയ ഒരു കലാകാരിയുടെ വാക്കുകൾ തമിഴ് സിനിമാ വ്യവസായത്തെ തന്നെ ലജ്ജിപ്പിക്കേണ്ടതുണ്ട്. ചിന്മയിയുടെ കാര്യത്തിൽ തെറ്റുപറ്റിയോ എന്ന് മാറി ചിന്തിക്കുകയാണ് തമിഴ് പ്രേക്ഷകരും.